ഹലോ, നിങ്ങൾ കോമ്പൻസേഷൻ ഡയറ്റ് ചെയ്യാറുണ്ടോ? ഡയറ്റിലായിരിക്കുമ്പോൾ ഒരു ചീറ്റ് മീലൊക്കെ എടുത്തു പോയാൽ പലരും കോമ്പൻസേഷൻ ഡയറ്റ് എന്നും പറഞ്ഞ് സ്വയം സ്റ്റാർവേഷൻ ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. എൻ്റെ ക്ലയൻസിൽ ചിലർ ചോദിക്കാറുണ്ട്, ഇന്ന് ലഞ്ച് കുറച്ചധികം കഴിച്ചു പോയി, അതുകൊണ്ട് ഇനി ഡിന്നർ സ്കിപ്പ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇന്ന് കുറച്ചധികം കഴിച്ചു, ഇനി നാളെ കാര്യമായിട്ടൊന്നും കഴിക്കണ്ടല്ലോ എന്നൊക്കെ. ഇത് ശരിയായ രീതിയാണോ? സ്റ്റാർവേഷൻ അല്ല കേട്ടോ കോമ്പൻസേഷൻ ഡയറ്റ്. ചീറ്റ് മീൽ കഴിച്ചതിൻ്റെ കാലറീസ് ക്യാൻസൽ ചെയ്യാൻ ഒന്നും കഴിക്കാതിരുന്നാൽ നമ്മളെ മെറ്റബോളിസം സ്ലോ ആക്കും, ബോഡിക്ക് സ്ട്രെസ്സ് കൊടുക്കും, പിന്നെ ക്രേവിങ്സ് ആക്ച്വലി ഡബിൾ ആയി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരു ചീറ്റ് മീലൊക്കെ എടുത്തു പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മീൽ ഒന്ന് ലൈറ്റ് ആക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, ഓയിലും ഷുഗറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വാട്ടർ ഇൻടേക്കൊക്കെ ഒന്ന് കൂട്ടി ഓൺ ടൈമിൽ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഒരു ചീറ്റ് മീൽ കൊണ്ടൊന്നും വെയിറ്റ് ഗെയിൻ ആവില്ല. ബട്ട് ചീറ്റ് മീലിൻ്റെ കൂടെ സ്റ്റാർവേഷൻ കൂടെ ആകുമ്പോൾ വെയിറ്റ് ലോസ് ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ബൈ.